നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 24-ാം തീയതി, 1200-ാം ആണ്ട് മേടമാസം 11-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് ചതയം നക്ഷത്രമാണ്. വ്യാഴാഴ്ച ചതയ നക്ഷത്രം, ഉദയ നക്ഷത്രം ചതയ നക്ഷത്രമാണ്. അപ്പോൾ ചതയ നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ചതയ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് വ്യാഴാഴ്ച, ആഴ്ച നല്ല ആഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്, വ്യാഴാഴ്ച. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ഒരു ദിവസം തന്നെയാണ്. ആഴ്ച കൊള്ളാം, നക്ഷത്രം കൊള്ളാം. അപ്പോൾ എന്ത് കാര്യത്തിനും ഇന്ന് ഇറങ്ങാം. രാവിലെ എണീറ്റ് നല്ല ഉന്മേഷത്തോടു കൂടി ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക. ഗുരുപ്രസാദം ഉണ്ടാവും, ഗുരുകൃപയുണ്ടാവും, ഗുരുത്വം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും. അതുകൊണ്ട് ഓരോ കാര്യത്തിനും ഇന്ന് ഇറങ്ങിക്കൊള്ളുക. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ചതയ നക്ഷത്രം, മേടമാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് എന്നറിയുക. സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു വർഷമാണ്, ഐശ്വര്യപ്രദമായ അവസ്ഥകളുടെ ഒരു വർഷമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടമാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് വരാൻ പോണേ. പൈസയാണ് അധികമായിട്ട് വരാൻ പോണേ കയ്യിൽ. പൈസയ്ക്ക് ഒരു കുറവും വരത്തില്ല. അതുകൊണ്ട് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലഘട്ടമാണ്. അത് ഊഹ കച്ചവടങ്ങളാവട്ടെ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, അതുപോലെ ഷെയർ മാർക്കറ്റ് ആവട്ടെ, മറ്റ് അഡീഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാവട്ടെ, ജോലിയല്ലാതെ സൈഡ് ഇൻകവും കൂടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് എന്നറിയുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സമയത്തെ മാക്സിമം വിനിയോഗിക്കണം. ആ സമയത്തെ നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ നേട്ടം നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 1 മണി 56 മിനിറ്റ് തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 3 മണി 27 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രത്യേകിച്ച് യാത്രയ്ക്ക് ബാധകമല്ല. യാത്രയ്ക്ക് എടുക്കാൻ പാടില്ല. യാത്രയ്ക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം രാഹുകാലം. മറ്റുള്ളതിനൊന്നും അത്ര കണ്ട് പ്രാധാന്യമില്ല. അതുകൊണ്ട് യാത്രയ്ക്ക് ഒരു കാരണവശാലും രാഹുകാലം ഉപയോഗിക്കരുത്. മറ്റ് 2 സമയങ്ങളുണ്ട്, യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇതാണ് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത സമയം. ഗുളികൻ്റെ സമയം വരുന്നത് 9:18 തൊട്ട് 10:50 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:13 തൊട്ട് 7:48 വരെയും. സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് നല്ല ദിവസമാണ്. മറ്റ് മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11 മണി 59 മിനിറ്റ് തൊട്ട് 12:47 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതുപോലെ ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ മഞ്ഞയുടെ അംശം വച്ച് വസ്ത്രം ധരിക്കുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുരുത്വം ഉണ്ടാവട്ടെ, ഗുരുവിൻ്റെ സഹായത്താൽ ഐശ്വര്യം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.